ആയിഷ ബീവിന്റെ കാലം എടുത്തു വെച്ച മദീനത്തെ പള്ളി ചെല്ലാം. ആരാ ഇമാമത്ത് നിൽക്കുന്നത്? അള്ളാന്റെ റസൂല്. ആരാ നബി? ആയിഷ ബീവിന്റെ ഭർത്താവ്. എന്തെങ്കിലും ഫിത്ന പേടിക്കണം, എന്തെങ്കിലും ഫസാദ് പേടിക്കണം, ഒരു കുഴപ്പം നാശം പേടിക്കണ്ട. ആയിഷ ബീവി പോയോ? ഒറ്റ ജുമഅക്കും പോയിട്ടില്ല. ആയിഷ ബീവി ഒരു ജുമഅക്കും പോയില്ല, ഒരു ജമാഅത്തിനും പോയില്ല. ഷാഫി ഇമാം അതാ പറയുന്നു. എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. ഷാഫി ഇമാമിന് ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊക്കെ കിട്ടുക. ഇമാമിങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പറഞ്ഞത് നമ്മൾ നോക്കണ്ട, നമ്മൾ ഖുർആനോട് നോക്കുക. അതാണ് ഈ സുന്നികളല്ലാത്ത കക്ഷികളുടെ സ്വഭാവം. അപ്പൊ നല്ല രസമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപക നേതാവ് അബുല്ലൈല മൗദൂദിയ, അയാളെ ബുക്കുകളൊക്കെ ഉറുദുവില്ല, അയാൾക്ക് ഉറുദു അറിയും. ആ ബുക്കുകളൊക്കെ മലയാളത്തേക്ക് വിവർത്തനം ചെയ്ത് നിങ്ങൾ പലതും. അതിൽ ജുമുഅ ഖുതുബ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ ഖുതുബ ഏത് ഭാഷയിലാണ് ഓതണ്ടെന്ന് മൗദൂദിനോടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മൗദൂദി നൽകുന്ന ആൻസർ എനിക്ക് കുറേ തവണ വായിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല. ഞാൻ ആ വരി ഒന്ന് വായിച്ചുതരാം. നിങ്ങൾക്കേറ്റ തിരിയാണെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് അത് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഏതായാലും ബുക്കിലെ 73-ാമത്തെ പേജ് വായിച്ചുതരാം. ഖുതുബ ഏത് ഭാഷയിലാണ് ഓതണ്ടെന്ന് മൗദൂദിനോട് ചോദിച്ചപ്പോൾ മൗദൂദി നൽകുന്ന ആൻസർ എന്തറിയോ? വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്: ഇത് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം, അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. എന്നൊക്കെ എന്തേലും തിരിഞ്ഞോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ശരിക്കും കേൾക്കണം. മൗദൂദിന്റെ വരിയാണ്, അർത്ഥഗാംഭീര്യമുള്ള വരിയാണ്. വരികൾക്കിടയിലൂടെ വായിച്ചോളി. എന്നിട്ട് എന്താ തിരി നിങ്ങൾക്ക് പറഞ്ഞോളി. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്: ഇത് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം, അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. ശരി ഏതാ? ശരി അറബിയിലോതല്. ഉത്തമ മലയാളത്തിലോതല്. അപ്പൊ ഞമ്മക്ക് തിരിയേണ്ടതറിയോ? ഈ ഉത്തമല്ലേ ശരിയാക്കേണ്ടത്? ശരിയല്ലേ ഉത്തമാകേണ്ടത്? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഇവരുടെ അവസ്ഥ. ഇതാണിപ്പോ ഇവരുടെ അവസ്ഥ. ഷാഫി ഇമാമിനൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ പിന്തുടർന്നാൽ ഇതിലും വലിയ ഗതികേട് വരും. ഇപ്പോ സലഫികൾ ഒരു നേതാവുണ്ട്, ഒരു മൗലവി. അയാളൊരു ചോദ്യം ചോദിച്ചു, ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അയാളതിന് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, എനിക്ക് ചിരിയൊന്നും തോന്നി. ഇവർക്കൊക്കെ എന്താ പറഞ്ഞൂടായി? അയാൾ പറയാം, അതെങ്ങനെ ഖുർആനിലുണ്ടാകുക? അതെന്തേ? അതിപ്പോ ഖുർആൻ ഇറക്കുന്ന കാലത്ത് അള്ളാഹ്ക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു മുസീബത്തിന് വരാണ്ട് എന്നുള്ളത്. ആ പ്രസംഗം എൻ്റെ അടുത്തുണ്ട്. എങ്ങനെ? ഖുർആൻ ഇറക്കിയപ്പോ ഒന്നും നിലയല്ലല്ലോ, അത് 14 നൂറ്റാണ്ട് മുമ്പല്ലേ, 23 കൊല്ലക്കാലം എടുത്തിട്ടല്ലേ നബിതങ്ങൾക്ക് ഇറക്കി കൊടുത്തത്. അള്ളാഹ്ക്ക് അന്ന് അറിയോ ഇങ്ങനെ ഒരു മുസീബത്തിന് വരാണ്ട് എന്നുള്ളതെന്ന്? അപ്പൊ ഏതവരെ പറച്ചോന്? ഇതൊക്കെ ഞാൻ തമാശ പറയല്ല, ഇതിങ്ങനെ പഠിച്ചാൻ ഇറങ്ങിയാണ്ടല്ലോ ഒരു കഥല്ലാത്ത ഒരു തരം ഒരു കോമാളിക്കൂട്ടം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം ഉമ്മമാരെ. ദീന് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലട്ടോ. ദീന് എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതിന് കണ്ട ഒരു തെറ്റില്ല. ഇസ്ലാം സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞത് മാന്യമായ നിലപാടാണ്. ആരാധനപരമായ കാര്യങ്ങളിൽ പെണ്ണ് പുറത്തിറങ്ങണ്ട, ആ പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ മതി. അതേ സമയത്ത് അപ്പൊ ഇത് പറയും, അപ്പൊ അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരെ, നിങ്ങൾ ഈ ദർഗകളിലും മക്ബറകളിലൊക്കെ പെണ്ണിനോട് വരാൻ പറയുന്നത്, മഹാത്മാക്കളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യൽ ആണിനും പെണ്ണിനും ഇസ്ലാം സുന്നത്താക്കിയ കാര്യമാണ്, അതിന് സംശയമില്ല. പക്ഷെ പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഇന്ന് പല മക്കാമുകളിലും സുബ്ഹാനല്ലാഹ്, എന്താണ് അവിടെ നടക്കുന്നത്? അതിന് മുസ്ലിം ജമാഅത്ത് ഉത്തരവാദിയാണോ? സമസ്ത ഉത്തരവാദിയാണോ? ഏതെങ്കിലും ആലിമീങ്ങൾ ഉത്തരവാദിയാണോ? ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആ മഹാന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണോ പോകാറുള്ളതെങ്കിൽ അതേപോലെ വഫാത്തിന് ശേഷവും നിങ്ങൾ പോകാവൂ. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മാതൃകാ വനിതയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ബീവിയുടെ വീട്ടിലാണ് മുത്തുനബി തങ്ങളുടെ ഖബറുള്ളത്. ആയിഷ ബീവി സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. പിന്നീട് അവിടെ തൊട്ടടുത്ത ഖബർ ആരുടെ ഖബറാ? അത് സിദ്ദീഖ് എന്നവരുടെ ഖബറാ. ആയിഷ ബീവിന്റെ വാപ്പയാണത്.
ആ ഖബറവിടെ വരാനൊരു കാരണമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സുന്നികളല്ലാത്ത കക്ഷികൾ അവരുടെ അഖീദയിൽ വലിയ പിഴവ് സംഭവിച്ചു പോയി. വലിയ പിഴവ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കിയാണ്, അവസാനിപ്പിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലല്ല, ബിദ്അഈ അഖീദയിൽ വലിയ പിഴവ് സംഭവിച്ചു പോയി. ഉദാഹരണത്തിന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം നോക്കൂ നിങ്ങൾ. സുന്നികളല്ലാത്ത കക്ഷികൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്താ? നബി കേവലം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ അല്ലേ? ജമാഅത്തെ ഇസ്ലാമി 1987 പ്രബോധനം, 87 പ്രബോധനം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുക എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആ പ്രബോധനത്തിൽ എഴുതിയത് എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന് യോജിച്ച വരിയല്ലോ. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദർശം, അതൊരു ഇസ്ലാമിക ആദർശമെന്ന് ധരിച്ച ആരെങ്കിലും എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 87 പ്രബോധനം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നേക്ക് ബന്ധപ്പെടി, ഞാൻ തരാം. അതിൽ എഴുതിയ വരികളത് പടച്ചോനെ വിചാരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കി. എന്തായാലും പറയുന്നറിയോ? മുഹമ്മദ് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശരീരം മണ്ണിനോട് ചേർന്നു പോയി. അത് മണ്ണായി കഴിഞ്ഞു. അതിപ്പോഴും അങ്ങനെ ഒരു കേടും സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളത് മുസ്ലിങ്ങളെ വിശ്വാസമല്ല. ജമാഅത്തുകാരാ, ഭീമാബദ്ധം. ആഖിറത്തിൽ വന്ന കട്ട പുകയായിരിക്കും ഈ വിശ്വാസമായിട്ട് അവിടെ വന്നാൽ. ആരെ കുറിച്ചാ ഇത് പറയുന്നത് മുഅ്മിനെ? ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്ക് നബി ആരാന്ന് മനസ്സിലായിട്ടില്ല. ആ പുണ്യ നബിയുടെ ശരീരം മണ്ണായിരുന്നു. നഊദു ബില്ലാഹ്. അത് മുസൽമാന്റെ വിശ്വാസമല്ല. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നിങ്ങൾ വെള്ളിയാഴ്ച എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണേ. അവിടുത്തെ സ്വഹാബ ചോദിച്ചില്ലേ, അങ്ങ് വഫാത്തായിട്ട് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അങ്ങേക്ക് എത്തുമോ? അവൻ നബി തങ്ങൾ പറഞ്ഞതെന്താ? അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അംബിയാക്കളെ ശരീരം ഭൂമിക്കല്ല നിഷിദ്ധമാക്കി. പുണ്യ നബിയുടെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളെ ശരീരം മണ്ണൊന്നുമില്ല. നമുക്കത് ഉൾക്കൊള്ളാൻ എന്താ പ്രയാസം? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി വരൂ ചരിത്രത്തിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ബീവിന്റെ വീട്ടിലാ മുത്തുനബി തങ്ങളുടെ ഖബറുള്ളത്. തൊട്ടടുത്ത ഖബറായിരുതാ? സിദ്ദീഖ് എന്നവരുടെ ഖബറാ. എങ്ങനെയാ ഖബർ അവിടെ എത്തി? ആയിഷ ബീവി വാപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് അടക്കം ചെയ്തതല്ല. എന്റെ വാപ്പല്ലേ, അതുകൊണ്ട് ഇവിടെ ഞാൻ ഖബറടക്കിക്കോളാന്ന് കരുതിയിട്ട് ചെയ്തതല്ല. അതിന്റെ പിന്നിലൊരു ചരിത്രമല്ലേ, ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? സിദ്ദീഖ് എന്നവരുടെ ജീവിതകാലത്ത് വസിയ്യത്ത് ചെയ്യണം. എന്താ വസിയ്യത്ത്? ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകണം, റൗള ശരീഫിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കി വെക്കണം. എന്നിട്ട് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, വഫാത്തായ നബിയെ വിളിക്കണം, എന്റെ ഹബീബിനോട് സലാം പറയണം, എന്റെ ഹബീബിനോട് സമ്മതം ചോദിക്കണം. അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഭൗതികമായ ശരീരം ഇതാ യാ റസൂലല്ലാഹ് അങ്ങയുടെ ഖബറിന്റെ ചാരത്തുണ്ട്. അങ്ങേക്ക് സമ്മതമുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാം, ഇല്ലെങ്കിലോ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയി മറവ് ചെയ്യാം. സിദ്ദീഖ് എന്നവരുടെ താല്പര്യം അങ്ങനെയാണ്. ഓലത് പറഞ്ഞു ഓരോ കൂട്ടുകാരോട്, നിങ്ങൾ അങ്ങനെ ചെയ്യണട്ടാ. സിദ്ദീഖ് തങ്ങളെ വഫാത്ത് നടന്നു. കൂട്ടുകാർ പറഞ്ഞ പോലെ ചെയ്തു. എന്താ ചെയ്തത്? കിതാബ് കാണാം. റാസിമാവ് വിശദീകരിക്കുന്നില്ലേ ഈ സംഭവം? ഇല്ലേ? കിതാബിൽ കാണാം, തഫ്സീറിൽ കാണാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, സിദ്ദീഖ് എന്നവരുടെ ജനാസ കൊണ്ടുപോയി റൗള ഷരീഫിന്റെ പരിസരത്ത് വെച്ചു. എന്നിട്ട് മുത്തുനബി തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞു. അവിടത്തോട് സമ്മതം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ ഇതാ അങ്ങയുടെ വാതിൽക്കൽ. അങ്ങേക്ക് സമ്മതമുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാം, ഇല്ലെങ്കിലോ ജന്നത്തുൽ ബഖീഇൽ അടക്കം ചെയ്യാം. ജമാഅത്തുകാരൻ എന്താ 57 പ്രബോധനത്തിൽ എഴുതിയത്? നബി മണ്ണായിരുന്നല്ലേ? അല്ലേ? അങ്ങനല്ലേ എഴുതിയത്? അതിനെതിരുള്ള ഒന്നും ഈ ലേഖകൻ കണ്ടിട്ടില്ല എന്നാ ലേഖനത്തിലുള്ളത്. മൂപ്പര് കാണാത്തൊന്നും ദീനിലില്ല എന്നാ. വല്ലാത്ത തമാശക്ക. അങ്ങനൊക്കെ വിശ്വസിക്കാവോ? പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിക്കുന്നത്? ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ ശരീഫിൽ നിന്നതാ ഒരു പ്രത്യുത്തരം വരികയാണ്.
അശരീരി കേൾക്കുകയാണ്, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ ഹബീബിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, എന്റെ ഹബീബിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആ മറുപടി കിട്ടിയപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയത്, എന്നിട്ട് അവിടെ അടക്കം ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പഴയതുപോലെ സിയാറത്തിന് പോയി. അത് പറയാനാ ഞാൻ അത് പറഞ്ഞത്. ഉമ്മമാരിത് കേൾക്കണം. ഒന്ന് ഭർത്താവ്, ഒന്ന് പൊന്നുപ്പ. ആയിഷ ബീവിക്ക് അന്യരല്ലല്ലോ, വേണ്ടപ്പെട്ടവരല്ലേ. മൂന്നാമത്തെ ഖബർ അവിടെ വന്നു. അതാര ഖബറ? അവിടെ ഉമർ തങ്ങളെ ഖബർ. അതെങ്ങനെ അവിടെ എത്തി? ഉമർ തങ്ങളെ ഖബർ എങ്ങനെ അവിടെ എത്തി? ഇതൊക്കെ നമ്മൾ പഠിക്കട്ടെ. ഉമർ എന്നവര് അബൂലുലത്തിന്റെ കുത്തേറ്റിട്ട് കിടക്കാണ്, മരണാസന്ന രോഗത്തിന് കിടപ്പിലാണ്, സ്വന്തമായി എണീറ്റിരിക്കാൻ പോലും കഴിയൂല. മകൻ അബ്ദുള്ളയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, നീ ആയിഷുമ്മന്റെ അടുത്ത് ചെല്ലണം, ആയിഷാ ബീവിന്റെ അടുത്ത് ചെല്ലണം. എന്തിനാ വാപ്പച്ചിയെ? അവിടെ ഒരു ഖബറിന് കൂടുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ 2 കൂട്ടുകാരുടെ അടുത്ത് ഒരാൾക്കും കൂടി കിടക്കാൻ അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. അതെൻ്റെ ഉപ്പാക്ക് തരുമോന്ന് ചോദിക്കട മോനെ, ആയിഷുമ്മാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു പോവാന്ന് പറഞ്ഞു. ശരി പറ്റി, ഞാൻ പോയിക്കോളാം, ചോദിച്ചോളാം. അങ്ങനെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു മൃതങ്ങൾ. ആരടുത്തേക്ക് അറിയും? ആയിഷാ ബീവിൻ്റെ അടുത്ത്. ആയിഷാ ബീവിൻ്റെ അടുത്ത് ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആയിഷാ ബീവി ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതാണ്. ആരാ കൊതിക്കാത്തത്? ലോകത്തിൻ്റെ നേതാവിൻ്റെ ചാരത്ത് കിടക്കാൻ ആരാ കൊതിക്കാത്തത്? അതിനോളം ഏറ്റവും മഹത്തുള്ളൊരു മണ്ണ് വേറുണ്ടോ? ഒരാശിക്ക് കൊതിക്കൂലേ മദീനയിൽ? അവിടെ കിടന്ന് മരിക്കാൻ കൊതിക്കാത്തൊരാശിക്കുണ്ടോ? നമ്മളൊക്കെ തീർന്നതല്ലേ മരണം മദീനയിൽ വെച്ചാക്കി തരണേ. ആ മണൽത്തരികൾക്ക്, മൺതരികൾക്ക് എത്ര മഹത്വമാവുള്ളത്. ഏതായിരുന്നാലും ആയിഷാ ബീവി പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി കരുതിയതായിരുന്നു. നിങ്ങളെ വാപ്പ ചോദിച്ചു അല്ലേ? ആ വാപ്പ ചോദിച്ചു. എന്നാൽ ഞാൻ ശരി, വാപ്പാക്ക് ഞാൻ സംബന്ധം തന്നു. അപ്പം എന്നോട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലേ മോൻ തിരിച്ചു പോന്നു. മൃതങ്ങൾ ഇങ്ങനെ ദൂരേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുക, മോൻ്റെ വരവ് കാത്തിട്ട്. സ്വന്തമായിട്ട് എണീറ്റിരിക്കാനൊന്നും കഴിയൂലല്ലോ. മകന്റെ നിറം കണ്ടപ്പോ അടുത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ച് ഇരുത്തിത്തരി, എൻ്റെ മോൻ വരുന്നുണ്ട്, എൻ്റെ മോൻ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മോനടുത്തെത്തി, ബാപ്പനോട് സലാം പറഞ്ഞു. സലാം മടക്കിയ ഉടനെ ഉമർ തങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? മോനെ, പോയ കാര്യം എന്തായി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പാ ആയിഷുമ്മ സമ്മതം തന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തുള്ളിച്ചാടി. എന്തൊരു സന്തോഷം! ഉമർ തങ്ങൾ എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനേക്കാളും ഉമറിന് കിടക്കാൻ ബെറ്ററായ പ്ലേസ് അള്ളാന്റെ ഭൂമി ലോകത്ത് വേറുണ്ടോന്ന്. അങ്ങനെയാ ഉമർ തങ്ങളെ ഖബറവിടെ എത്തിയത്. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ. ആയിഷ ബീവി പഴയതുപോലെ സിയാറത്തിന് പോയില്ല. എന്തേ കാരണം? ഒന്ന് ഭർത്താവാ, മറ്റൊന്ന് പൊന്നുപ്പയാ. ഉമർ തങ്ങൾ അന്യപുരുഷനാണ്. പൂർണ്ണമായി ഹിജാബ് പാലിക്കാതെ ആയിഷ ബീവി പോയില്ല പെങ്ങളെ, ഖബർ സിയാറത്തിന് പോയില്ല. തിരുവനന്തപുരം ഭീമാപള്ളിയിൽ സിയാറത്തിന് പോകുന്നവരെ, ഈ പരിസരത്തുള്ള മസാറുകളിൽ, മഖാമുകളിൽ സിയാറത്തിന് പോകുന്ന പെങ്ങളെ, നീ തലമറക്കാതെ പോകല്ല പെങ്ങളെ. നീ കൈതണ്ട പുറത്ത് കാണിച്ച് നടത്ത് ആ മഖബറ സിയാറത്തിന് പോകല്ല പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ പെണ്ണ് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത് പോലും ഇന്ന് പലരും മഖബറകളിലാണ്. എന്തൊരു ദുരാചാരമാണ്! പോകല്ല ചെറുപ്പക്കാരാ. നിന്റെ പെണ്ണ് സ്വന്തം ഭാര്യയെ അർദ്ധനഗ്നയായി ബൈക്കിന്റെ പിറകിൽ കയറ്റിയിട്ട് ഒരു മഹാന്റെ മസാറിലേക്കും പോകല്ല. പൂർണ്ണമായ ഹിജാബ് പാലിക്കണം. തലമറക്കാതെ പോകല്ല, കൈതണ്ട മറക്കാതെ പോകല്ല. അല്ലാഹുവിന്റെ റസൂലിന് നരകം കാണിച്ചു കൊടുത്തപ്പോ നരകത്തിൽ ഏറ്റവും അധികം പെണ്ണുങ്ങളാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തെ പെണ്ണുങ്ങൾ ആവലാതി പറഞ്ഞിട്ടില്ലേ? എന്താ ഞങ്ങളധികം നരകത്തിൽ കിടക്കാൻ കാരണം? ഞങ്ങളധികം പോകാൻ കാരണം എന്താ ഞങ്ങളെ പ്രശ്നം? യുദ്ധം ചെയ്യാത്ത നിങ്ങളല്ലേ യുദ്ധത്തിന് വരണ്ടാർന്ന്? പള്ളിയിൽ വരാത്ത നിങ്ങളല്ലേ പള്ളിക്ക് വരണ്ടാർന്ന്? പിന്നെന്താ ഞങ്ങളെ പുണ്യം തടയപ്പെട്ടത്? എന്തേ ഞങ്ങളിങ്ങനെ നരകത്തിലെത്തിയത്? ഒന്നുമല്ല കാരണം. എന്താ മുത്തുനബി നിങ്ങൾ പറഞ്ഞറിയോ? നിങ്ങളെ വേഷാണ് കാരണം. നരകത്ത് പോണ പെണ്ണിനെ അങ്ങോട്ട് വരച്ച് കാണിച്ചു കൊടുത്തു. അർദ്ധനഗ്നങ്ങളായ പെണ്ണുങ്ങൾ, തലമറക്കാത്ത പെണ്ണ്, കൈതണ്ട മറക്കാത്ത പെണ്ണ്,
ശരീരത്തിന്റെ വണ്ണം എടുത്തു കാണിക്കുന്ന അന്യപുരുഷന്മാരെ വൈകാരികമായി ഇക്കിളിപ്പെടുത്തുന്ന വേഷം ധരിച്ച് പുറത്തിറങ്ങുന്ന പെങ്ങൾ, ആ പെണ്ണിന് സ്വർഗമില്ല. സ്വർഗത്തിന്റെ പരിവളം പോലും ആ പെണ്ണ് ആസ്വദിക്കൂല എന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരിമാരെ, മഖാമുകളിൽ മസാറുകളിൽ നിങ്ങൾ സിയാറത്തിന് പോകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായ ഇസ്ലാമിക അച്ചടക്കം പാലിക്കണം. മക്ബറ സിയാറത്ത് തെറ്റൊന്നുമില്ല. ആയിഷ, നിങ്ങൾ അറിയിച്ചു നോക്കി, ഷാഫി ഇമാം ഒരു പറയാ, ഇന്നി ലഅതബറകു ബി അബി ഹനീഫ, ഞാൻ അബൂ ഹനീഫ തങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കും. അബൂ ഹനീഫ തങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കും. എങ്ങനെ? വഅജീഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ യഅനി സായിറ, എല്ലാ ദിവസവും ഞാൻ അബൂ ഹനീഫ തങ്ങളെ ദർഗയിൽ ചെല്ലും. ആരാ ചെല്ലുന്നത്? ഷാഫി ഇമാം. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള പണ്ഡിതൻ, ഖുർആനും ഹദീസൊക്കെ കൃത്യമായി പഠിച്ച പണ്ഡിതൻ. എന്നിട്ട് മഹാൻ പറയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്വല്ലൈതു റകഅതൈൻ, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കും. എന്നിട്ടോ വജിഅതു ഇലാ ഖബരി, ഞാൻ അബൂ ഹനീഫ തങ്ങളെ മഖബറിലേക്ക് പോകും. ഫസഅൽതു അല്ലാഹൽ ഹാജത ഇൻദ, അവിടെ വെച്ച് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കും.